ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർക്കിടക മാസത്തിൽ സ്പെഷ്യൽ മട്ടൺ സൂപ്പുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റൊരു മട്ടൺ സൂപ്പ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇന്ന് നമുക്കൊരു മട്ടൺ സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ കർക്കിടക മാസമൊക്കെ അല്ലേ, സൂപ്പൊക്കെ എല്ലാവരും കുടിക്കുന്നൊരു സമയമല്ലേ, മഴക്കാലമൊക്കെ. അപ്പോൾ നമുക്കിന്നൊരു മട്ടൺ സൂപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു കിലോ നമ്മുടെ മട്ടൺ ആടിൻ്റെ തലയും കാലും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടെ നമ്മൾ കഴുകി ക്ലീനാക്കി നമ്മളെടുത്ത് വെച്ചിരിപ്പുണ്ട്. ഇത് കണ്ടോ, നല്ലപോലെ കഴുകി ക്ലീനാക്കി എടുത്ത് നമുക്ക് ഇങ്ങനെ തന്നെ മുറിച്ച് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ്. നമ്മൾ മുറിച്ചൊന്നും അല്ല, ഇങ്ങനെ തന്നെ നമുക്ക് സൂപ്പിനുള്ള പാകങ്ങളെന്നും പറഞ്ഞ് നമ്മൾ മേടിച്ചതാണ്. ഇത് ഒത്തിരി ഇതുണ്ടല്ലേ, കാല് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മൺകലത്തിനകത്തൊന്നും വെച്ചല്ല നമ്മൾ സൂപ്പ് വെക്കുന്നത്. കാരണം നമ്മൾ മൺകലത്തിലൊക്കെ വെച്ച് ഒത്തിരി നേരം പറ്റിച്ച് അടുപ്പയിലൊക്കെ വെച്ച് തീ കത്തിച്ച് അങ്ങനെയൊന്നുമല്ല. നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിനകത്ത് തന്നെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് അങ്ങാടിക്കടയിലെ അരിയാറ് ജീരകം അതെല്ലാം കൂടെ മേടിച്ചിട്ടാണ് നമ്മളൊരു അടിപൊളി സൂപ്പ് വെക്കുന്നത്. സൂപ്പ് കുടിക്കുന്ന ഒന്നെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം 7 ദിവസം എന്നൊക്കെയാണല്ലോ പറയുന്നത് സൂപ്പ് കുടിക്കുന്നത്. നമ്മളിതിപ്പോൾ ഒരു മൂന്ന് നേരത്തേക്കുള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ സൂപ്പിന് വേണ്ടുന്ന ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബേ ലീഫ്, പിന്നെ പട്ട, നമ്മുടെ ജാതിപത്രി, നമ്മുടെ തക്കോലം, പിന്നെ ഏലക്ക, ഇത് കുരുമുളക്, പിന്നെ എന്തോ ഈ സംഭവം ഇതെല്ലാം അങ്ങാടിക്കടയിൽ നിന്ന് നമ്മൾ ഈ കൂട്ട് മേടിച്ചേക്കുന്നതാണ്. നമ്മൾ ഇത് ഗ്രാമ്പു, ഏലക്ക, മല്ലി, പെരുംജീരകം, നമ്മുടെ കുഞ്ഞു ജീരകം ഇതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പം ഈ അരിയാറ് ജീരകം എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പ് കൂട്ട് നമ്മൾ മേടിച്ചേക്കുന്നതാണിത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത്രയല്ലേ, നമുക്ക് 1 കിലോയേ ഉള്ളൂ, അതിന് വേണ്ടി ഇന്ന് മാത്രം സാധനങ്ങൾ ഇത്രയും ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഇത് മേടിക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല, നമുക്കൊരു സൂപ്പ് വെക്കണമെങ്കിൽ നമുക്ക് ഈ പട്ട, ഈ ബേ ലീഫ്, ഈ നമ്മുടെ ജാതിപത്രി, പിന്നെ നമ്മുടെ മല്ലി, ഇച്ചിരി പെരുംജീരകം, ഇച്ചിരി ചെറിയ ജീരകം, കുരുമുളക്, 2-3 ഗ്രാമ്പു, 2-3 ഏലക്ക, ഇതെല്ലാം കൂടി ഇട്ടേച്ചാൽ മതി. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടെ നമ്മുടെ ആ ഇറച്ചി മസാലയ്ക്കകത്തുള്ള സംഭവങ്ങളെല്ലാം കൂടി ഇട്ടേച്ചാൽ മതി. അപ്പോൾ നമ്മളിത് അല്ലാതെ മേടിച്ചത് കൊണ്ടാണ് നമുക്കിതിനകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടിയേക്കുന്നത്. ഈ തിരി ഇത് കണ്ടില്ലേ, നമ്മുടെ ഈ ഇതൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മളിത് നമ്മൾ സൂപ്പിനുള്ള കൂട്ട് മേടിച്ചേക്കുന്നതാണ് ഇത്രയും സാധനങ്ങളെ. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവരോട് പറയുവാണ് നമുക്ക് ഒരു സൂപ്പിനുള്ള, ഇപ്പോൾ ഒരു തലയൊക്കെ അല്ലേ ഒരു സൂപ്പ്, തലയും കാലും ഒക്കെ ആയിട്ട് വരുന്ന ഒരു സൂപ്പിനുള്ള കൂട്ട് തരാൻ പറ്റും. അവർ കറക്റ്റായിട്ട് അളവിനകത്ത് അവർ തരും. ഇത് നമ്മൾ ഒരു കൂട്ട് അവർ തന്നാണ്. നമുക്ക് ഇത്രയും സാധനം ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ പകുതി മാത്രം എടുത്തിട്ട് ബാക്കി എടുത്ത് മാറ്റി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇപ്പം നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് വേണം നമുക്ക് ചേർക്കാൻ, അല്ലെങ്കിൽ ഇതിനകത്ത് പൊടിയും അഴുക്കുമൊക്കെ കാണും. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, നമുക്ക് തന്നെ അല്ലാതെ ചെയ്യാൻ അറിയത്തില്ല. അവരോട് പറഞ്ഞാൽ മതി, നമുക്ക് ഒരു സൂപ്പൊക്കെ കുടിക്കണമെന്ന് തോന്നുവാണെങ്കിൽ സൂപ്പിൻ്റെ ഒരു കൂട്ട് തരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ അവർ തരും. അപ്പം ഇതുകൊണ്ടത് ഇതിനകത്തിട്ട് തന്നെ ചേർത്താം. പക്ഷേ നമ്മളിതിനകത്ത് ചെറിയ ഉള്ളി ചേർക്കുന്നില്ല. ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പം 2 ദിവസമൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മഴയും ചൂടും എല്ലാം കൂടെ 2 ദിവസമൊക്കെ ഇരുന്ന് വളിച്ച് പോകാൻ സാധ്യതയുണ്ട് ഉള്ളി. അപ്പോൾ നമ്മളത് താളിച്ച് ചേർക്കുന്ന കൂട്ടത്തിൽ മാത്രമേ നമ്മൾ ഉള്ളി ചേർക്കുന്നുള്ളൂ. അല്ലാതെ നമ്മളിതിനകത്തേക്ക് ഉള്ളി ഇട്ടല്ല നമ്മൾ സൂപ്പ് ഉണ്ടാക്കുന്നത്. നമ്മളിത് കുടിക്കാൻ നേരത്ത് നമ്മൾ താളിച്ച് കുടിക്കുന്ന സമയത്ത് മാത്രമേ നമ്മളതിനകത്തേക്ക് കുഞ്ഞുള്ളി ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇത്രയും ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കറിനകത്ത് നമ്മുടെ സൂപ്പിനുള്ള പരിപാടി ഒന്ന് ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ കുക്കർ ഇതേ അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണ് അടുപ്പേ വെച്ചിരിക്കുന്നത്. ഇനി നമുക്കതിനകത്തേക്ക് നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മട്ടൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ സൂപ്പിനൊക്കെ എല്ലും ഇതൊക്കെയാണ് നമ്മൾ ഈ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നവർക്കും പ്രസവരക്ഷയൊക്കെ ചെയ്യുന്നവർക്കും ഇതേ സെയിം സൂപ്പ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മട്ടൺ ഇതേ നമ്മളതിനകത്തേക്ക് ഇട്ടു. ഇനി നമ്മളതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ്. പിന്നെ ഒരു 5 ഉള്ളി, ഇത് 5 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ സൂപ്പിൻ്റെ കൂട്ടുകളെല്ലാം കൂടെ നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു അടിപൊളി സൂപ്പാണ്, സൂപ്പർ ടേസ്റ്റിൽ. തീരെ മെലിഞ്ഞിരിക്കുന്ന പിള്ളേർക്കൊക്കെ നല്ലതാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. ഇനി നമ്മൾ അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പ് നമ്മൾ എന്തേരം വെള്ളം ഒഴിക്കുന്നുണ്ടോ അതനുസരിച്ച് ഉപ്പിട്ട് കൊടുത്തേച്ചാൽ മതി. ഇനി അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട്, കളറിന് വേണ്ടിയിട്ട്. നമ്മുടെ സൂപ്പ് അങ്ങ് തീരെ വെളുത്തിരുന്ന ചിലർക്ക് കുടിക്കാൻ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമ്മളൊരു ശകലം
മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ 1.5 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് പറ്റി എടുക്കണം, അതുകൊണ്ട് നമ്മളിത് ഒരു 1.5 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇത് ഞാൻ ഈ 1 ലിറ്ററിൻ്റെ ഇതിനകത്ത് 1 ലിറ്റർ ഒഴിച്ചു, 1/2 ലിറ്റർ കൂടെ ഒഴിച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ 1/2 ലിറ്ററും കൂടെ ഒഴിച്ചു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിത് ആദ്യം ഒരു 2-3 നല്ല ഹൈ ഫ്ലെയിമേലിട്ട് നമുക്കൊന്ന് വിസിലടിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമേലിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതായിട്ട് അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒന്ന് ഈ 1.5 ലിറ്റർ 3/4 ലിറ്റർ പറ്റി ഒരു 3/4 ലിറ്റർ ആയി കിട്ടണം. നമുക്ക് ഇതുണ്ട്, ഇത്രയും വെള്ളമുണ്ട്. ഇത് പറ്റി നമുക്ക് ഇങ്ങനെ വെന്ത് നല്ലപോലെ ഇതെല്ലാം അതിനകത്ത് ചേർന്ന് കുറുകി നന്നായിട്ട് 3/4 ലിറ്ററും ആക്കി നമ്മൾ എടുക്കുവാണേ. ഉപ്പൊക്കെ നോക്കി ഉപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾ വേറൊന്നും ഇതിനകത്ത് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുത്ത് വാഷ് ഇട്ട് കൊടുത്ത് വെക്കാം. ഇനിയിപ്പോൾ ആദ്യമേ ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് അടിച്ചിട്ട് നമുക്ക് പിന്നെ തീ കുറച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ നമുക്ക് ഏറ്റവും സിമ്മേലിട്ട് നമുക്ക് അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഓരോ കുക്കറിൻ്റെ ചൂടും ഇതുമൊക്കെ അനുസരിച്ച് വേണം നോക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പ് തീയെ വെക്കാം. സൂപ്പൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അടുത്ത പരിപാടിയിലേക്ക് പോകും. നമ്മുടെ മട്ടൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതുകൊണ്ട് വെള്ളമൊക്കെ പറ്റി ഇപ്പോൾ ഏകദേശം ഒരു 3/4 ലിറ്റർ വെള്ളത്തോളം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് വാങ്ങി വെച്ചിട്ട് ഇതുണ്ടോ നല്ലപോലെ അതിൻ്റെ ആ വെള്ളം വെന്ത് നന്നായിട്ട് അതിൻ്റെ ആ ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിക്കണം. പിന്നെ ഇപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു അരിപ്പ കൊണ്ട് അരിച്ച വെള്ളം മാത്രം എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ താളിച്ചൊഴിക്കാം. അതല്ല ഇനി ഇതിനകത്തേക്ക് മൊത്തത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഇതിൻ്റെ ഈ വെള്ളം മാത്രമായിട്ട് നമ്മുടെ സൂപ്പ് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതൊക്കെ എങ്ങനെ വേണമെങ്കിലും അവനവൻ്റെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ നെയ്ക്കകത്ത് നമ്മൾ കുഞ്ഞുള്ളി മൂപ്പിച്ചാണ് നമ്മൾ ഇതിനകത്തേക്ക് താളിച്ചിടുന്നത്. പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് നിന്ന് താളിച്ചൊഴിക്കാനായിട്ട്. അതിനകത്തേക്ക് നമ്മൾ ഒരു 1.5 സ്പൂൺ നെയ്യ് നമുക്ക് ഒഴിച്ച് കൊടുക്കാവേ. ഇത് നമ്മളൊരു 15 കുഞ്ഞുള്ളി നമ്മളിതുപോലെ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. ഒരു 15 ഉള്ളി. നമ്മുടെ നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പം നെയ്യ് വേണ്ടിയവർക്ക് നെയ്യ് ഒഴിക്കാം. ഇനിയിപ്പോൾ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കാം, എന്ത് വേണേലും ഒഴിക്കാം. അപ്പോൾ നമ്മൾ നെയ്യാണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. അപ്പം നെയ്യ് ഒഴിച്ച് നമ്മൾ ഈ 15 ഉള്ളി നമ്മൾ കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു. ഉള്ളി വേണ്ടിയ ഇനി ഇഷ്ടമില്ല അല്ല ചേർക്കണ്ടെങ്കിൽ വേണ്ട, ചേർക്കണ്ട. വേറെ നമ്മളിതിനകത്തേക്ക് നെയ്യ് മാത്രം മൂപ്പിച്ചൊഴിച്ചാൽ മതി. ഇനി ഇച്ചിരി വേണേൽ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് അങ്ങനെ അങ്ങ് ഒഴിക്കാം. എങ്ങനെ വേണേലും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. ഈ പ്രസവിച്ചൊക്കെ കിടക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഉള്ളിയും കൂടെ നെയ്ക്കകത്ത് മൂപ്പിച്ച് ഒക്കെയാണ് കൊടുക്കുന്നത്. അതാണ് ഭയങ്കരമായിട്ട് പോഷകമുള്ള ഇതായിട്ട് ചെല്ലുന്നത്. ശരീരം നന്നാകാനൊക്കെ കുഞ്ഞുള്ളി നല്ല ഇതാണല്ലോ, ഔഷധ ഗുണമുള്ളതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കർക്കിടക മാസത്തിലെ സൂപ്പെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ശരീരമൊക്കെ ഒന്ന് എന്താ പറയുക ബലം കിട്ടാനും ഒക്കെ ആയിട്ട് കുടിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഹെൽത്തി ആയിട്ടങ്ങ് കുടിക്കുന്നു. അപ്പോൾ നമ്മളിത് ഇത്രയും ഉള്ളി ഇതിനകത്തുനിന്ന് ഈ ഉള്ളി നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് ഒരു ഗോൾഡൻ കളറാകുന്നുണ്ട്. ഒന്ന് മൊരിയിച്ചെടുക്കണം. ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളറാകുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ, ഇഷ്ടമുള്ളവർക്ക് മാത്രം. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ആ ഉള്ളിയുടെ കൂടെ കിടന്ന് നല്ലപോലെ ഒന്ന് മൊരിമരാന്നൊന്ന് മൊരിഞ്ഞു പോകും.
അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തു. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു അര സ്പൂണ് മുളക് പൊടി, കുരുമുളക് പൊടി നമുക്ക് അതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫാക്കി നമുക്ക് നമ്മുടെ മട്ടൻ സൂപ്പിനകത്തേക്ക് ഒഴിക്കാവേ. ഇനി ബാക്കി ഈ ചട്ടിയുടെ ചൂടിനകത്ത് ഇവിടെ ഇരുന്ന് ആയിക്കോളൂ. ഇനിയിപ്പോൾ നമുക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ സൂപ്പിനകത്തേക്ക്. വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഇതുണ്ട്, എല്ലാം കൂടെ നമ്മുടെ ഈ മട്ടൻ സൂപ്പിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കും. എന്നിട്ട് അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ചേർത്തു. ഇനിയിപ്പോൾ നമുക്ക് ചെറു ചൂടോടുകൂടി നമുക്ക് ആവശ്യമുള്ളവർക്കൊക്കെ നമുക്ക് കുടിക്കാവേ. അടിപൊളി സൂപ്പാണ്. ഉപ്പൊക്കെ നമ്മൾ അന്നേരം ചേർത്തേ ഉള്ളൂ, കൂടുതലൊന്നും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്കിനി നമ്മുടെ സൂപ്പൊന്ന് എടുക്കാവേ. നമ്മുടെ അടിപൊളി മട്ടൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തെ ആ സൂപ്പ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളത് കണ്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത ആ കുഞ്ഞുള്ളിയും കറിവേപ്പില എല്ലാം കിടപ്പുണ്ട്. ഞാൻ ഇച്ചിരി കുടിച്ച് നോക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല സൂപ്പറാണ്. നമ്മൾ ലാസ്റ്റ് ചേർത്ത കുരുമുളകിൻ്റെ ചെറിയൊരു എരിവൊക്കെ മുന്നോട്ട് നിൽപ്പുണ്ട്. ബാക്കി നമ്മുടെ ആ അങ്ങാടി മരുന്നിൻ്റെ എല്ലാം രുചിയുണ്ട്. നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ മഴക്കാലത്ത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, സൂപ്പറാണ്. അപ്പം നമ്മുടെ ഈ ചാനൽ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.